പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച വിവാദമാക്കിയത് CPIM-നും LDF-നും എതിരായ സംഘടിത ഗൂഢാലോചനയെന്നാണ് LDF കൺവീനർ EP ജയരാജൻ പറയുന്നത്. ഇതിൽ മാധ്യമങ്ങൾക്കും പങ്കുണ്ടെന്നും EP ജയരാജൻ ആരോപിക്കുന്നു. തന്നെ RSS 3 തവണ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാൾ BJP-യിൽ പോകുമെന്ന് എങ്ങനെ വാർത്ത കൊടുക്കും മാധ്യമങ്ങൾ? ഇതായിരുന്നു അദ്ദേഹത്തിന് ഒരു ചോദ്യം. ശോഭാ സുരേന്ദ്രനുമായി നേരിട്ട് പരിചയമില്ല. TG നന്ദകുമാറിനെ ഒരു യാത്രയ്ക്കിടയിലാണ് പരിചയപ്പെട്ടത്. അതിനപ്പുറം ഈ ദല്ലാൽ നന്ദകുമാറുമായി യാതൊരു ബന്ധവുമില്ലെന്നും 24 അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ EP ജയരാജൻ ദീപക് തർമ്മടത്തോട് പറഞ്ഞു. ഞാൻ ഇവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ ദല്ലാളിനെ തന്നെ ചില യാത്രാഘട്ടങ്ങളിലാണ് കാണുകയും അപ്പോൾ പുള്ളി വന്ന് പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്നൊരു ശീലക്കാരനാണ്. അങ്ങനെ വന്നു, ബന്ധപ്പെട്ടു, പരിചയപ്പെട്ടു എന്നുള്ളതല്ലാതെ എനിക്ക് വേറെ അദ്ദേഹവുമായി യാതൊരു അടുപ്പവുമില്ല. പല കേസിൽ ഇയാൾ ഇടപെടുന്നതിൻ്റെ കാര്യം എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പിന്നീട് വളരെ വളരെ അകന്ന് പോയിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ അകന്ന് നിൽക്കുന്നതാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു ഇതുണ്ടാക്കിയത്. അതെനിക്ക് തോന്നുന്ന ബോധപൂർവം തന്നെ ഉണ്ടാക്കിയതാണ്. ആ ബോധപൂർവം ഉണ്ടാക്കിയതിൻ്റെ പിന്നിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, സുധാകരനുണ്ട്, ശോഭാ സുരേന്ദ്രനുണ്ട്, അതുപോലെ പിന്നെ ഈ ദല്ലാളുണ്ട്, അതുപോലെ ചില പ്രധാനപ്പെട്ട മാധ്യമക്കാരുണ്ട്. ഇത് ഓർഗനൈസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ ആദ്യം ഈ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം പൂർണ്ണമായും LDF-നെതിരായിട്ടൊരു വാർത്ത കൊടുക്കാനുള്ളൊരു വലിയ സജ്ജീകരണം അവർ നടത്തിയതായി പിന്നീട് ഞാൻ മനസ്സിലാക്കി. എന്നെ തന്നെ 3 പ്രാവശ്യം RSSകാർ കൊല്ലാൻ വേണ്ടി പോകുമ്പോഴുന്നതാണ്. ശോഭാ സുരേന്ദ്രൻ്റെ നിലവാരത്തിലേക്ക് എനിക്ക് താഴാൻ പറ്റുമോ? എന്തെങ്കിലും ഒന്ന് അന്വേഷിക്കണ്ടേ? ഞാൻ അവരുമായിട്ട് സംസാരിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. BJP നേതാവ് പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച വിവാദം തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്ന് LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞു. കൂടിക്കാഴ്ചയുടെ പേരിൽ തന്നെ വ്യക്തിഹത്യ ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. നിയമ നടപടിയിലേക്ക് താൻ കടക്കുന്നില്ല. കാരണം അനാവശ്യമായി സമയം ചെലവാക്കാൻ ഇത് ഉപകരിക്കൂ. മുഖ്യമന്ത്രിയുടെ ഈ പാപി പരാമർശം പൊതുസമൂഹത്തിനുള്ള പൊതു സന്ദേശമാണെന്നും EP-ക്ക് അഭിപ്രായമുണ്ട്. അപ്പോൾ ഞാനത് പറഞ്ഞില്ലെങ്കിലോ? അവരുടെ അന്നത്തെ ഫ്ലാഷ് ഇത് EP പറഞ്ഞില്ല, പിന്നെ മറുപടി പറയാതെ മാറിയിരുന്നു. അപ്പോൾ ഇത് ശരിയാണ്. അപ്പോൾ ചർച്ച നടത്തിയിട്ടുണ്ട്. പിന്നെ അവർക്ക് തോന്നുന്ന വാക്കുകളിലൂടെ ആ വാർത്തയാക്കിയിട്ട് കൊടുക്കും. അതിനേക്കാളും നല്ലത് എൻ്റെ ഉള്ള അനുഭവം പറയുന്നില്ലേ, അവരുടെ സൃഷ്ടിയിൽ ചർച്ച നടത്തി എന്നിട്ട് വേണമെങ്കിൽ പലതും അതിനോട് കൂട്ടിച്ചേർക്കും. അതൊരു പൊതുസമൂഹത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ചൂണ്ടുപലകയാണ്, ഒരു സന്ദേശമാണത്. അത് ഞാൻ മാത്രമല്ല, എല്ലാ മാധ്യമക്കാരും അത് പാഠമാക്കണം. അവരിപ്പോൾ ചെയ്യുന്നത് ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി, അവർക്കും ഇത് ബാധകമാണ്. അതുകൊണ്ട് അവരും നശിക്കരുത്, ആരും നശിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഒരു മഹത്തായ സന്ദേശമാണ് അദ്ദേഹം ആ വാക്കുകളിലൂടെ കൊടുത്തത്. ഇങ്ങനെ ഒരു ഭ്രാന്ത് പിടിച്ച് ആരും എന്തെങ്കിലും വിളിച്ചു പറയുന്നത്, ആ വിളിച്ചു പറയുന്ന കാര്യം എന്നെപ്പോലെയുള്ളൊരു രാഷ്ട്രീയ നേതാവിനെ തകർക്കാൻ, നശിപ്പിക്കാൻ ഈ മാധ്യമത്തിൽ ഫ്ലാഷ് ന്യൂസ്, ബ്രേക്ക് ന്യൂസ് നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത്? 2-3 ദിവസങ്ങളായി EP വിവാദം കൊഴുക്കുകയാണ്. അദ്ദേഹവുമായി ഇന്ന് സംസാരിച്ച ദീപക് തർമ്മടം നമുക്കൊപ്പം കോഴിക്കോട് നിന്ന് ചേരുന്നു. ദീപക്, യഥാർത്ഥത്തിൽ EP ജയരാജൻ അദ്ദേഹം ന്യായീകരിക്കുന്നത് യാഥാർത്ഥ്യവുമായി ബന്ധപ്പെടുന്ന രീതിയിൽ തന്നെയായിരുന്നു. എന്തായിരുന്നു സംഭവം? പറയൂ. SK, ഇതിൽ EP അക്കമിട്ട് നിരത്തി പറയുന്നത് കേൾക്കുമ്പോൾ അത് വിശ്വാസയോഗ്യമാണെന്ന് വേണം പ്രാഥമികമായി നമുക്ക് വിലയിരുത്താൻ. കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം EP പറയുന്നത് തെരഞ്ഞെടുപ്പ് വേളയിൽ 1 വർഷം മുൻപ് നടന്ന, 1 വർഷവും 1 മാസം മുൻപ് നടന്ന ഒരു 10 മിനിറ്റ് കൂടിക്കാഴ്ച. കാരണം ആ കൂടിക്കാഴ്ചയ്ക്കൊക്കെ വേണമെങ്കിൽ തെളിവുകൾ ശേഖരിക്കാവുന്നതാണ്, ടവർ ലൊക്കേഷൻ അല്ലെങ്കിൽ CCTV. അതുകൊണ്ട് തന്നെ അത്തരം ഒരു കള്ളം EP-ക്ക് പറഞ്ഞു നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളത് വ്യക്തം. ഏതായാലും അങ്ങനെ ഒരു കൂടിക്കാഴ്ചയെ 1 വർഷം കഴിഞ്ഞതിന് ശേഷം ആദ്യം K. സുധാകരൻ പറയുന്നു, തൊട്ടു പിന്നാലെ ദല്ലാൾ നന്ദകുമാർ പറയുന്നു, അതിനുശേഷം ശോഭാ സുരേന്ദ്രൻ പറയുന്നു. ഇവർ 3 പേരും വ്യത്യസ്ത വിഷയങ്ങളിൽ മാധ്യമങ്ങളെ കാണുമ്പോഴാണ് EP വിഷയം കൊണ്ടുവരുന്നത്. ഇത് കൃത്യമായ ഒരു ഗൂഢാലോചനയാണെന്നാണ് EP ജയരാജൻ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, EP-യുടെ വലിയൊരു ആരോപണമുണ്ട് SKN. അത് തെരഞ്ഞെടുപ്പ് വേളയിൽ വലിയൊരു ഗൂഢാലോചന കൊണ്ടുവന്ന് മാധ്യമങ്ങളിൽ വരുത്താൻ ശ്രമിച്ചു, അത് നടന്നില്ല. രണ്ടാമത് തോമസ് ഐസക്കിനെ പ്രതിക്കൂട്ടിലാക്കും വിധം ഒരു ബ്രേക്ക് വരുത്താൻ വേണ്ടി ശ്രമിച്ചു. അതിനുവേണ്ടി സ്വപ്ന സുരേഷിനെ ബംഗളൂരുവിൽ നിന്നും കേരളത്തിലെത്തിച്ചു, അതും നടന്നില്ല. ഒടുവിലാണ് EP-യെ 1 വർഷവും 1 മാസവും മുൻപ് നടന്ന ഒരു കൂടിക്കാഴ്ചയുടെ പേരിൽ EP-ക്ക് നേരെ ഈ ഗൂഢാലോചന തിരിഞ്ഞത് എന്നുള്ളത്
പറയുന്നതും അതിൽ കൃത്യമായ ആൾക്കാരെ എണ്ണി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു ചില പത്രപ്രവർത്തകരും അതിൽ പങ്കാളികളായിട്ടുണ്ട് എന്നുള്ള നിലയിലുള്ള ഒരു ആരോപണം അദ്ദേഹം നിരത്തുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം EP എന്തിന് തെരഞ്ഞെടുപ്പ് ദിവസം ഈ കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് മാധ്യമങ്ങളെ കണ്ടു, അത് ജാഗ്രത കുറവല്ലേ, അത് തെറ്റല്ലേ, അത് തെറ്റായിപ്പോയി എന്ന് തോന്നിയില്ലേ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത് തലേദിവസം മുഴുവൻ ചാനൽ ചർച്ചകളിലും EP നിലപാട് വ്യക്തമാക്കിയില്ല, EP പറയാത്തത് BJP-യിൽ പോകുന്നത് കൊണ്ടാണ് എന്ന രീതിയിൽ പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം വോട്ട് ചെയ്ത് കഴിഞ്ഞ് താൻ അത് പറയാൻ നിർബന്ധിതനായി. പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ മറ്റു രീതിയിലേക്ക് ചർച്ചകൾ പോയേനെ. പിന്നെ RSS 3 പ്രാവശ്യം കൊലപ്പെടുത്താൻ ശ്രമിച്ച, വധശ്രമം നടത്തിയ ഞാൻ എങ്ങനെ BJP-യിലേക്ക് പോകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? ശോഭാ സുരേന്ദ്രന്റെ നിലവാരത്തിലേക്ക് താഴേക്ക് ഇറങ്ങാനില്ലെന്നും EP ആവർത്തിച്ചു പറയുകയാണ്. ഏതായാലും നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ്. കല്ലും നെല്ലും തിരിയൽ അവിടെയായിരിക്കും. SKN. താങ്ക് യു ദീപക് തരമ.